ഹലോ എവ്രി വൺ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമുക്ക് നമ്മുടെ ദേശത്തിന്റെ പ്രധാന കറിയായ ഓണത്തിന്റെ കറി അവിയൽ അത് എങ്ങനെയാ വെക്കുന്നത് നോക്കാം. അവിയൽ വെക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം മുരിങ്ങയ്ക്ക, ഏത്തയ്ക്ക, കുമ്പളങ്ങയിലെ വെള്ളരിക്ക. ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത് ബ്യൂതി എന്ന് പറഞ്ഞ ഒരു പച്ചക്കറിയാണ്. അതുപോലെ നമ്മുടെ അച്ചിങ്ങാപ്പയർ, ക്യാരറ്റ്, ചേമ്പ്, ചേന ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇടാം. ഇതെല്ലാം നമുക്ക് ഇത്രയും നീളത്തിലരിഞ്ഞ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചെറിയ കുക്കറിനകത്താണ് ഞാൻ വെക്കുന്നത്. ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ചെറുതായിട്ട് ഒഴിക്കും. അത് കഴിഞ്ഞ് ഇതിനകത്ത് ഞാൻ കുറച്ച് ചെറുതായിട്ട് ഇച്ചിരി കശ്മീരി മുളക് പൊടി ചെറുതായിട്ട് ഇട്ടാൽ മതി. 1 പിഞ്ച് 2 പിഞ്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആരും ഇടത്തില്ല, ഞാൻ ചെറുതായിട്ട്, എനിക്ക് കുരുമുളക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ തേങ്ങയുടെ കൂടെ തേങ്ങ ഇച്ചിരി നന്നായിട്ട് വേണം. തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം ഇച്ചിരി ഒരു ഫുൾ സ്പൂൺ ഇട്ടു, ഒരു ഫുൾ ടീസ്പൂൺ ഇടാം. പിന്നെ പച്ചമുളക് ഇല്ലെങ്കിൽ കാന്താരി ഇടുന്ന ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളക് ഒരു 2-3 എണ്ണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി ചിലരിടത്തില്ല, ഞാൻ ഇതിനകത്ത് 2 വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് ചതച്ച് ഒതുക്കി വെച്ചേക്കുന്നതാണ്. ഞാനിപ്പം ഇതിനകത്ത് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു. പിന്നെ കുരുമുളക് ചെറുതായിട്ടൊന്നിട്ടു. പിന്നെ ഇതിനകത്ത് ഉള്ളി, ഞാൻ ചെറിയ ഉള്ളിയോ സവാളയോ വെറുതെ അരിഞ്ഞ് മുകളിലിടുന്നത് നല്ലതാണ്. അതിനകത്തോട്ട് ഞാൻ ഇതും കൂടെ അരപ്പൂടെ അങ്ങിടും. എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് അങ്ങ് കുക്കറിലിട്ട് വേവിക്കാനാണ്, കാരണം സമയം ഇച്ചിരി കടന്നുപോയി. അത് കാരണം ഓക്കെ. അപ്പോൾ ഇതിനെ ഞാൻ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തു. വെള്ളം കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യാം, പച്ചക്കറി വേകാനും മാത്രം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ അടപ്പൊടി ചെറുതായിട്ട് ഈ വെള്ളം അതിനകത്ത് ഒഴിച്ചു. ഓക്കെ, ഇതിനെ ഇനിയിപ്പം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് മുകളിൽ കൂടെ ഇച്ചിരി കരിയാപ്പില, ഉപ്പ് ഞാൻ മുകളിൽ കൂടെ ഇടുന്നുള്ളൂ, ആവശ്യത്തിന് ഉപ്പ്. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയാൽ മതി. അപ്പം നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. ഇതിനെ നമുക്ക് അടപ്പ് വെച്ച് മൂടിയിട്ട് അടുപ്പിലോട്ട് വെക്കാം. അപ്പം ഇത് സിമ്മിനകത്ത് വിസിൽ വന്നു. ഞാൻ ഇതിനെ പെട്ടെന്ന് തന്നെ എടുക്കുക, കാരണം എന്ത് കുഴഞ്ഞു പോകരുത്. ഞാനിത് ടാപ്പിനാണ് ഇതിൻ്റെ മേലെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിൻ്റെ പ്രഷർ വന്നിട്ട്. കുക്കർ എപ്പോഴും നമ്മൾ അതിൻ്റെ പ്രഷറോടുകൂടെ തുറക്കാൻ ശ്രമിക്കരുത്, അപകടമാണ്. അപ്പം അതിനെ കൂൾ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും തുറക്കാൻ. കൂളായി അതിൻ്റെ വിസിലൊന്ന് പൊക്കി നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ ഇച്ചിരി കായം കൂടെ ചേർക്കും, ഒരു ശകലം കായം ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ്. ഇത് നമുക്ക് നോക്കാം. ഇതിനകത്ത് വെള്ളവും ഒക്കെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് തൈര് ഒഴിക്കാം. ഈ വെള്ളം ഒന്നുകൂടെ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം കിടപ്പുണ്ട്, വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. ഞാൻ കുഴച്ച് മറിക്കരുത്, നോക്കാം. കുക്കറിനകത്താണ് ഞാൻ വെക്കുന്നത്. കുക്കറിനകത്ത് വെക്കണമെന്നില്ല അവിയൽ, ഞാൻ പെട്ടെന്ന് വേകാൻ വേണ്ടി കുക്കറിനകത്താണ് വെക്കുന്നത്. അപ്പം ഇതിൽ ഞാനെല്ലാം മിക്സ് ചെയ്തു. തൈര് മിക്സ് ചെയ്തിട്ടില്ല. തൈര് വെന്ത് കഴിഞ്ഞിട്ട്, ഒരു പകുതി വെന്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി. കുക്കർ റെഡിയാണോ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടയ്ക്കാം. തീ നമുക്ക് വലിയ ഫ്ലെയിമിൽ വയ്ക്കാം. വലിയ ഫ്ലെയിമിൽ വെയിറ്റ് ഇട്ടു. ഓക്കെ, ഇതിനി ഒന്ന് ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒരു വിസിലൂടെ വരുമ്പോഴത്തേന് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രഷർ പോയി കഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നമ്മൾ കറി വെച്ചപ്പോൾ അതിൻ്റെ 2 വിസിൽ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് കുക്കറിനകത്ത് ഞാൻ പെട്ടെന്ന് എനിക്ക് ചെയ്യണമെന്നാണ് ഞാൻ കുക്കറിനകത്ത് വെച്ചത്. അപ്പം കുക്കറിനകത്ത് വെക്കുമ്പം നിങ്ങൾ കുക്കറിനകത്ത് വെക്കുവാണെങ്കിൽ അതിന് എല്ലാം ചേർത്ത്, അരപ്പെല്ലാം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മതിയായി. ഒരു വിസിൽ വന്ന് അതിൻ്റെ പ്രഷർ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ വന്നിട്ട് പിന്നെ അതിനെ പ്രഷർ പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യം. ഓക്കെ, പിന്നെ നമ്മൾ അവിയൽ എന്ന് പറയുമ്പം ഇപ്പൊ 2-3 പച്ചക്കറി ഉണ്ടെങ്കിലും നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഉരുളക്കിഴങ്ങും അല്ലെങ്കിൽ ഒരു മുരിങ്ങയ്ക്കായും 1-2 വഴുതനങ്ങായും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടില് ആവശ്യകത അനുസരിച്ച് എത്ര പച്ചക്കറിയാ ഉള്ളത് അതനുസരിച്ച് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ പറ്റും. അവിയലിന് മുരിങ്ങയ്ക്ക മസ്റ്റായിട്ട് വേണം, അതൊരു ഇതാണ്. പച്ച ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ പച്ച ഏത്തയ്ക്ക വളരെ നല്ലതായിരിക്കും. പിന്നെ പടവലങ്ങ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിയലിന്റെ പുറകിലൊരു കഥയുണ്ട്. അവിയല് ബാക്കി
ഏതോ ഒരു നമ്പൂതിരി അവരുടെ സദ്യയില് മിച്ചം വന്ന പച്ചക്കറികൾ എല്ലാം കൂടെ ഇട്ട് രൂപപ്പെടുത്തിയതാണ് ഈ അവിയൽ എന്നൊരു പറച്ചില് കഥയുണ്ട് ഇതിന്. അതായത് മിക്സ് ബാജി, അതായത് നമ്മുടെ വീട്ടില് ഇപ്പം കുറച്ച് പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവിയൽ തന്നെ ഇപ്പൊ പല രീതിയിൽ ഫ്യൂഷൻ അവിയൽ, മീൻ അവിയൽ, അങ്ങനെ പല ടൈപ്പിലുള്ള അവിയലുകൾ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അതായത് കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടാണല്ലോ. അപ്പൊ അത് മനോധർമ്മം പോലെ നമുക്ക് അതിനെ രൂപപ്പെടുത്തിയെടുക്കാം, അതിനെ വ്യത്യാസപ്പെടുത്തിയെടുക്കാം. പിന്നെ ഞാൻ ഇന്നുണ്ടാക്കുന്നത് അവിയല് പുളിയില്ലാത്ത തൈര് വെച്ചാണ്. അപ്പൊ മാങ്ങ ഉള്ള സമയത്ത് മാങ്ങ ഇതിനകത്ത് ഇട്ട് അവിയൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ തൈര് ഒഴിക്കേണ്ട ആവശ്യമില്ല. മാങ്ങ ഇട്ട അവിയൽ കുറച്ച് ദിവസം ഇരിക്കും. തൈര് ഒഴിച്ച അവിയൽ പെട്ടെന്ന് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അവരവരുടെ സ്റ്റൈലിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ കുക്കർ ആദ്യത്തെ വിസിൽ വരാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ സിം ചെയ്തിട്ട് രണ്ടാമത്തെ വിസിലും വന്നിട്ട് നമുക്ക് അതിനെ തുറന്ന് നമുക്ക് തൈര് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കരിയാപ്പില ഇട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. അപ്പം നമ്മളിത് ഏകദേശം വെള്ളം വറ്റി. പിന്നെ നമുക്കിതിനകത്ത് തൈര് ഒഴിക്കാം. പുളിയില്ലാത്ത തൈര് വേണം. ഒരു 2-3 സ്പൂൺ ഒഴിക്കാം. ഇത് തൈര് ഒഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എടുക്കണം കേട്ടോ, ഒത്തിരി ദിവസം ഇരിക്കത്തില്ല. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് വറക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് കരിയാപ്പില. ഓക്കെ, നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം. ഓഫ് ചെയ്തു കേട്ടോ. ഒത്തിരി കുത്തി ഇളക്കിയിരുന്നു. കരിയാപ്പില മുകളിൽ കൂടെ. ഓക്കെ, നമ്മുടെ അവിയൽ തയ്യാറായി കഴിഞ്ഞു. ടേസ്റ്റ് ഒന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് മുന്നോട്ട് വേവുണ്ട്. ഇത്രയും തന്നെ വേകേണ്ട ആവശ്യമില്ല. പിന്നെ സമയം പോയതുകൊണ്ടാണ് കുക്കറിനകത്ത് വെച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ മനോധർമ്മം പോലെ, നിങ്ങളുടെ ആർട്ട് പോലെ, നിങ്ങളുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുക. ഇതിനകത്ത് വേണമെങ്കിൽ മീനിടാം, പ്രോൺസ് ഇടാം, അങ്ങനെ പല ടൈപ്പിൽ. ഇറച്ചി വേണമെങ്കിൽ ചിക്കൻ ഷ്രെഡ് ചെയ്തിടാം, പല ടൈപ്പിൽ ഉണ്ടാക്കാം. ഓക്കെ, ഫ്യൂഷൻ അവിയൽ, അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ന്യൂജൻ്റെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഓൾഡ് ജനറേഷൻ്റെ ഒരു അവിയലാണ്. ഓൾ ദി ബെസ്റ്റ്.